ഹായ് ഗൈസ്, ഒരു ലാലേട്ടൻ ഫാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നമുക്കിപ്പോ ലാലേട്ടൻ മോഹൻലാൽ ഓർക്കുമ്പോൾ നമ്മൾ പഴയ സിനിമകളിലെ നമ്മളെ കണ്ണ് നിറയിപ്പിച്ച്, നമ്മളെ സന്തോഷിപ്പിച്ച്, നമ്മളെ ചിരിപ്പിച്ച് ഒരുപാട് നല്ല സന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ നമ്മൾ വലിയ അഭിനയിച്ച് നമ്മൾ തൊട്ടടുത്ത മനുഷ്യൻ, നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ഒരാള്, നമ്മൾ സ്വന്തം ലാലേട്ടൻ എന്നൊരു ഫീൽ ഉണ്ടാക്കിയ പ്രതിഭയാണ് ലാലേട്ടൻ. നമുക്ക് ഇത്രയും മൊമെന്റ്സും നിമിഷങ്ങൾ ഓർമ്മയുണ്ട്. അപ്പൊ ഒരു ലാലേട്ടൻ ഫാൻ ഒരു സിനിമ ലാലേട്ടൻ വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ആ ഹൈ മൊമെന്റ്സുകളൊക്കെയാണ് സിനിമ വരുന്നത്. നമ്മളെ ചിരിപ്പിക്കുന്ന പറയുന്ന നിമിഷങ്ങളുണ്ട്, നമ്മളെ ഒരു കുറുമ്പൊക്കെ ഉള്ള നമ്മളൊന്ന് പുഞ്ചിരിപ്പിക്കുന്ന ലാലേട്ടനുണ്ട്, നമ്മളെ കണ്ണ് നിറയിപ്പിക്കുന്ന ലാലേട്ടനുണ്ട്. ലാലേട്ടൻ ഹൈ ആക്കുന്ന മൊമെന്റ്സ് എല്ലാം ഉണ്ട് ഈ പടത്തില്. നമ്മളെ വിജയ് സേതുപതി വരെ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മുഖത്തോട് മാത്രമല്ല ദേഹം മൊത്തമായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. കൈ കാണിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്, കണ്ണ് കാണിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. അത് ഭയങ്കര ഫീൽ ചെയ്യിപ്പിക്കും, നമ്മളിങ്ങനെ വിഷമിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. ക്ലൈമാക്സിന് അടുത്തൊക്കെ ഒരു കാടിന്റെ നടുക്കില് ഇങ്ങനെ ലാലേട്ടനൊന്നും ഇല്ലാതെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് തൊട്ടടുത്ത് ശോഭനയാണ് നോക്കുന്ന നോട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഇങ്ങനെ എന്താ ലാലേട്ടന്റെ കണ്ണുകളിലെ അഭിനയ ആ യുണീക്കായ സംഭവം എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട് ഡയറക്ടറായ തരുൺ മൂർത്തി. അടിപൊളി ഷോട്ടുകളായിരുന്നു സിനിമയിലുടനീളം, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഓരോ സന്ദർഭങ്ങളുടെ ഫീലിംഗ് നമ്മൾ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട് ഡയറക്ടർ. കിട്ടില്ല ഡയറക്ഷൻ. എന്നാൽ ലാലേട്ടന്റെ നല്ല മൊമെന്റ്സുകളും സീനുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറും ഒരു ഫാൻ പടമല്ല. KR സുനിലിന്റെ നല്ല ശക്തമായ ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ തരുൺ മൂർത്തിയും KR സുനിലിന്റെ ശക്തമായൊരു തിരക്കഥയുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. തുടക്കത്തിൽ നമുക്ക് തോന്നും ഇതൊരു കുടുംബ കഥയാണ്. എന്നുവെച്ചാൽ പഴയ ലാലേട്ടന്റെ കുറെ ഓർമ്മകളും ശോഭനയായിട്ടുള്ള സ്ക്രീൻ ഷെയറിങ്ങും അതെല്ലാം വെച്ച് നമ്മളൊരു പഴയ ഒരുപാട് സിനിമകൾ ഓർമ്മിപ്പിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഫീൽ ഗുഡ് പടമായിരിക്കും. നല്ല ഒരു പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് നമ്മൾ നടുക്കുന്ന ഒരു ട്വിസ്റ്റ് സംഭവിക്കും. ഓപ്പറേഷൻ ജാവ എന്നുള്ള പടം ഉണ്ടാക്കിയ ഒരു ഡയറക്ടർ. അപ്പൊ ആ ഒരു സ്കെയിലിൽ വേണം നിങ്ങൾ ആലോചിക്കാൻ, ആ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടാകും, അത് നമുക്ക് എത്രമാത്രം ഫീൽ ആക്കും എന്നുള്ളത് ആ മീറ്ററിൽ ആലോചിക്കണേ. അങ്ങനെ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നുണ്ട്. തുടക്കം ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്, അതിനുശേഷമാണ് ഫാമിലി സംഭവങ്ങൾ കാണിക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് തോന്നുന്നത് ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷൻ കാര്യങ്ങളാണെന്ന്. പക്ഷെ പടം വേറെ ലെവൽ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ലാലേട്ടന്റെ അഭിനയം, അതാ പറയുന്നത്, 2-3 കണ്ണിലുള്ള അഭിനയങ്ങൾ സീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു കാട്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ നടുക്ക് വെച്ചുള്ള സീനൊക്കെ സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് ഒക്കെ അയ്യോ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും, നമ്മളെ കണ്ണ് നിറയിപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടേ ഉള്ളൂ, വേറൊന്നും ഇല്ല. പുള്ളിക്കാരൻ നടന്നു പോകുമ്പോൾ നോക്കുന്നു, അല്ലെ നിന്നിട്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെ കണ്ണ് നിറയിപ്പിച്ച മൊമെന്റ്സ് ഇതൊക്കെ. അപ്പൊ ശരിക്കും ആ പഴയ ലാലേട്ടൻ, അതായത് നമ്മളെ എന്താ പറയാ പവിത്രത്തിലും മിഥുനത്തിലും എല്ലാം നമ്മൾ കണ്ട ഒരു ലാലേട്ടന്റെ ഒരു വൈബ് പടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഡയറക്ടറുടെ ബ്രില്യൻസ് തന്നെയാണ്. ആ ഒരു അഭിനയത്തിന്റെ വിസ്മയം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ലാലേട്ടൻ ഓൺ ഫയർ ആണ് പടത്തില്. ശോഭനയുണ്ട്, ശോഭന ഉള്ള പോർഷൻസിൽ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ശക്തമായി സ്ട്രോങ് ആവുന്ന പോയിന്റ്സിലൊക്കെ നല്ലതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. മകളായി അഭിനയിച്ചാളും പിന്നെ മോനായിട്ട് അഭിനയിച്ചാളും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മണിയമ്പിള്ള രാജു നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബിനു പപ്പ വലിയ റോൾ തന്നെ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് വർമ്മ കിണ്ണം കാച്ചി നടൻ, എന്താ അഭിനയം! കാരണം പുള്ളിക്കാരൻ്റെ ഒരു റേഞ്ചിൽ അഭിനയിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ മാറും ഒക്കെ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് അടിപൊളി, എന്ത് സ്വാഗിലാ പുള്ളിക്കാരൻ ചെയ്ത്. ഫസ്റ്റ് ഹാഫിലൊക്കെ പ്രകാശ് വർമ്മയുടെ അഭിനയം കണ്ടപ്പോൾ ഓവർ ദ ടോപ്പായി മാറുന്നുണ്ടോ സംശയം തോന്നി. അത്രയും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത്രയും ഒരു അഭിനയമുണ്ട്. കിട്ടലിനായി പെർഫോമൻസ് ആയിട്ടുണ്ട്. തോമസ് മാത്യു കിട്ടലിനായിട്ടുണ്ട്, ലാലേട്ടന്റെ മകനായിട്ട്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉള്ള പോർഷൻസ് എല്ലാവരും കലക്കനായിട്ട് കിടുവായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിന്റെ അനിയൻ ഫർഹാൻ ഫാസിൽ ഉണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പള്ളിക്കാരൻ മുന്നേ ഒരു പടത്തിൽ വന്ന് അങ്ങ് പോയതാ, പിന്നെ അധികം റോളുകൾ കിട്ടിയില്ല. പിന്നെ ഷാജി കുമാറിന്റെ സിനിമാറ്റോഗ്രാഫി എന്തടിപൊളി ഫ്രെയിം ആയിരുന്നു. കാടിന്റെ നടുവിൽ ഒരുപാട് സീനുകളുണ്ട്. ആ ലൈറ്റിങ്ങും സീനും ഷോട്ടും എല്ലാം ഹൈ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഞെട്ടലുണ്ടാകും, നമുക്കൊരു മനസ്സിലാവൂല എന്താ സംഭവിക്കുന്നത്, മനസ്സിലാവാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. നമ്മൾ നടുക്കൽ നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു ക്യാമറ സീൻ ഫ്രെയിം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടില്ല എന്ന് വെച്ചാല് ഈ പറഞ്ഞ ഒരുപാട് ഹൈ സീനുകൾ വരുന്നുണ്ട് ലാലേട്ടന്റെ. അത് ജെയ്ക്സ് ബി കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അത് ആ സിനിമയെ വേറെ ലെവലാക്കുന്നുണ്ട്. നമ്മളെ കണ്ണ് നിറയിപ്പിക്കുന്നതിൽ ഒരു പങ്ക് പുള്ളിക്കാരന്റെ മ്യൂസിക്കിനുണ്ട്. പിന്നെ എനിക്ക് ചെറിയ കുറവായി തോന്നിയത്, കുറവ് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്, പടത്തിന് ഇല്ലാതാക്കുന്ന സംഭവമാണെന്നല്ല, ചെറിയൊരു കുറവായി തോന്നിയത് ഇതിന്റെ ഡബിങ് ചെയ്ത മിഡിൽ പോർഷനിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള പോലീസുകാരെ സംസാരിക്കുമ്പോൾ വേറെ ഏതോ റൂമിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നേരമാണ്
സിനിമയുടെ മിഡിൽ പോർഷനിൽ കുറച്ച് നേരം. പിന്നെ പടത്തിന്റെ ആദ്യത്തെ പോർഷൻ ഉണ്ടാക്കിയ ഒരു ഞെട്ടലുണ്ട്, ഒരു നമ്മളെ ഗ്രിപ്പിംഗ് അയക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് അത്രയും ഒരു അടിപൊളിയായിട്ടാണ് എടുത്തത്. നമുക്ക് ലാലേട്ടൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ പ്രഡിക്റ്റബിൾ ആയി പോയി എന്ന് എനിക്ക് തോന്നി. അത് പടത്തിന്റെ ഒരു നെഗറ്റീവ് ഒന്നല്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയൊരു കാര്യമാണ്. പിന്നെ ക്ലൈമാക്സിന് അടുത്തുള്ള സീനൊക്കെ ഉണ്ടല്ലോ, അത് ഡയറക്ഷൻ കൊണ്ടും ലാലേട്ടന്റെ ആക്ടിങ് കൊണ്ടും വേറെ ലെവലാണ്. ഒരു കാര്യം പറയാൻ വിട്ടോയി, എന്തൊരു ചേലാണെന്നുള്ള പാട്ടുണ്ടല്ലോ MG ശ്രീകുമാറിന്റെ പാട്ട്, അത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മൈൻഡ്ഫുൾനെസ്, വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു കേട്ടാ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഓരോ ഫ്രെയിം, ആ ഓരോ ഷോട്ടും ആ പാട്ടിൽ എടുത്തിട്ടുള്ളത്. ഭയങ്കര ഒരു കണ്ണിമാങ്ങയൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നൊസ്റ്റു ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടന്റെ എൻട്രി ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്, ഭയങ്കര മാസാക്കിയിട്ടൊന്നല്ല, സ്മൂത്ത് ആയിട്ടാണ്. ഒരുപാട് ലാലേട്ടന്റെ സിനിമയിലെ ഡയലോഗുകൾ, പഴയ സിനിമയുടെയും ഇപ്പൊ റീസെന്റ് ആയി ഇറങ്ങിയ സിനിമയുടെ ഒക്കെ ഡയലോഗുകൾ കോമഡി സിറ്റുവേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ കഞ്ഞി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ഡയലോഗുകൾ ഉണ്ടല്ലോ, ട്രോൾ ചെയ്യപ്പെട്ടതും അല്ലാതെ ഒരുപാട് പേര് കേട്ടതായ ഒരുപാട് ഡയലോഗുകൾ നല്ല നല്ല സന്ദർഭത്തിൽ സിനിമയിൽ വരുന്നുണ്ട്. അതാണ് ഇതൊരു ട്രിബ്യൂട്ടും കൂടിയാണ് ലാലേട്ടന്. പിന്നെ ഒരുപാട് ലാലേട്ടൻ പടങ്ങളെ തന്നെ കോക്ക് ഇങ്ങനെ കളിയാക്കി പേരിടാറുണ്ടല്ലോ. ഇപ്പൊ മലൈക്കോട്ടെ വാലിബനൊക്കെ മലങ്കൾട്ട് ഇതൊക്കെ പറഞ്ഞ് പേരിടാറുണ്ടല്ലോ കോക്കിന്റെ റിവ്യൂവില്. അതൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. എല്ലാം കോമഡി രീതിയിലാണ്. ആരെയും വിദ്വേഷിക്കുക അല്ലെങ്കിൽ ആരുടെയും പക തീർക്കുക അങ്ങനെയല്ല, എല്ലാം കോമഡി രീതിയിലാണ്. അതാണ് ഇതൊരു ട്രിബ്യൂട്ട് മോഹൻലാൽ പ്ലസ് ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ കാണാനുണ്ട്, കാരണം കാടും സംഭവങ്ങളും ഇത്രയും ഗ്രിപ്പിംഗ് ആയ ഒരു സ്റ്റോറിയിൽ വരുന്ന ട്വിസ്റ്റ് സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണുമ്പോഴുള്ള ഫീല് വേറെ ലെവലാണ്. ഉറപ്പായിട്ടും ആൾക്കാർ ഇത് വേറെ ചിന്തകളോടെ, അതായത് ലാലേട്ടൻ ഫാനാണ്, മറ്റ് നടന്മാരുടെ ഫാനാണെന്നുള്ള തരംതിരിവില്ലാതെ കണ്ടാൽ തീർച്ചയായിട്ടും സിനിമ വൻ ഭീകര ഹിറ്റാവും. സീറ്റഡ് ത്രില്ലറാണ്, ഭയങ്കര ഫീൽ ഗുഡ് ആണ്. എങ്കിലും അതിൽ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയ സംഭവം എല്ലാം വെച്ച് ഭയങ്കര അടിപൊളിയായ ഒരു പടം. ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ദൃശ്യം പോലത്തെ ഒരു പടാന്ന്. അപ്പൊ ശരിക്കും കേട്ടപ്പോ തോന്നി ദൃശ്യം പോലത്തെ ഒരു പടം ഇറങ്ങുവാ, അല്ല അങ്ങനെയൊക്കെ വരുവാ. ഡയറക്ടറിനെ അതിന്റെ ഹൈപ്പ് കുറക്കാൻ വേണ്ടി പറഞ്ഞു ദൃശ്യം പോലൊരു പടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയും ക്ലാസിക് അല്ലേ എന്നൊക്കെ തരുൺ മൂർത്തി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞത് പാഴ്വാക്കായിരുന്നില്ല, ലാലേട്ടൻ പറഞ്ഞത് അച്ചട്ടാണ്. കുറച്ച് വയലന്റ് സീൻസുകൾ ഉണ്ട്, അപ്പം കുട്ടികൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കരുതിയിട്ട് തന്നെ കുട്ടികളെ കൂട്ടാതെ പോയി കാണണം. ഫാമിലി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഫാമിലി പടം തന്നെയാണ്, പക്ഷെ കുറച്ച് വയലന്റ് സീനുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടോ? നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ കാണാൻ പോവുകയാണോ? നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണോ? നിങ്ങൾ ഓൾറെഡി രാവിലെ ഏർലി മോർണിംഗ് ഷോ കണ്ടോ? എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട് പടം? ലാലേട്ടൻ ഓൺ ഫയർ ആണോ? എന്താണ് ഈ പടത്തെ കുറിച്ച് നിങ്ങളുടെ ഫീലിങ്സ്? എല്ലാം മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.